സാറേ, ഞാൻ ഇന്ന് നമ്മുടെ തട്ടപ്പിതാവിന്റെ ഇത് കണ്ടപ്പോ ഒരു സിസ്റ്ററിന്റെ സംസാരം ഞാൻ കേട്ടോണ്ട് വിളിച്ചു നോക്കിയതാണ്. സാറേ, ഇത് നമ്മള് ആലഞ്ചേരി പിതാവ് മാറിയ സമയം മുതൽ കത്തോലിക്ക സഭയ്ക്ക് അതിന്റെ സ്ഥാനമുള്ള പിതാവ് ഒരു പ്രാർത്ഥന നിയോഗം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. സഭകളിലും ഉണ്ടായിരുന്നു, വീടുകളിലും ഉണ്ടായിരുന്നു. ദൈവം ഓരോ മനുഷ്യനും ഒരു അവസരം കൊടുത്തിരിക്കുകയായിരുന്നു. കൊടുത്തു. ദൈവം ദൈവവും ഈ കച്ചവടം തമ്മിലുള്ള ബന്ധം എന്താ? ദൈവം ഓരോ മനുഷ്യനെയും ഓരോ വ്യക്തികളെയും ദൈവം അറിയുന്ന ഒരു വ്യക്തി ഇതാണ്. ദൈവവും ഈ സീറോ മലബാർ സഭയുടെ കച്ചവടം തമ്മിൽ എന്താ ബന്ധം? സാറേ, ഇത് കച്ചവടമല്ലല്ലോ സാറേ. ഇതൊക്കെ ഒത്തിരി മാനസികമായിട്ട് വേദനിക്കും. കാരണം ഇതൊരു പിതാവിനെ തെരഞ്ഞെടുത്ത് ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന പിതാവാണ്. ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന് ഈ കച്ചവടത്തിനകത്ത് ഈ പിതാവ് സ്ഥാനം വെക്കുന്നതിന് മുമ്പ് തെറ്റ് ചെയ്ത് ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പാ പിതാവേന്ന് ആരെ വിളിക്കണമെന്ന്. പിതാവ് നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ട. നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ തന്നെ ഞാൻ പിതാവെ, നിങ്ങൾ യേശു ക്രിസ്തു എന്ന് വിളിക്കരുത്, എന്നെ പിതാവെ എന്ന് വിളിക്കേ. നിങ്ങൾ വേറെ പിതാവെ നിങ്ങൾ ചെയ്യട്ടെ. നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ഈ തട്ടേൽ തന്നെ വിളിച്ചു, നിങ്ങൾ ബിഷപ്പ് എന്ന് വിളിച്ചു, നിങ്ങൾ അതിസംഭവം അങ്ങനെ ചെയ്യും. ഇപ്പൊ ഞാൻ പറ്റേ അങ്ങനെ ചെയ്യുന്നവരങ്ങനെ ചെയ്തു. ഇപ്പൊ അത് ഓരോരുത്തരുടെ ഓരോ വിശ്വാസമാണ്. ഓരോ വിശ്വാസം ചെയ്തു. ഇപ്പൊ ഞാൻ പറ്റേ എന്നോട് എന്റെ പിതാവ് പറയാണ്, നീ എന്നെ പിതാവെ എന്ന് വിളിച്ചാൽ മതി. നീ എന്നെ യേശുവെ എന്ന് വിളിക്കുന്നത് പ്രാർത്ഥനയെ ചൊല്ലുന്ന പുസ്തകത്തിലുണ്ടെങ്കിൽ നീ വായിക്കാൻ മതി. അല്ലാത്ത നീ എന്നെ പിതാവെ എന്ന് വിളിച്ചാൽ, കാരണം നിന്റെ പിതാവ് ഞാനാണ്. നീ അതുകൊണ്ട് എന്നെ പിതാവെ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. നമ്മളങ്ങനെ ഉൾക്കൊള്ളുന്നു. നിങ്ങളിപ്പോ ഇതിനെ നിങ്ങൾ അങ്ങ് ബിഷപ്പ് എന്ന് വിളിച്ചു, അധ്യക്ഷനായി. ഇത് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ സാറേ, സാറും നമ്മളിൽ മനുഷ്യമാണ് അല്ലെ. നമ്മൾ ദൂതപുത്രൻ സർവ്വതും നഷ്ടപ്പെടുത്തി തിരിച്ചു വന്നപ്പോ അവനെ വട്ടം സ്വീകരിച്ച ഒരു പിതാവിനെയാണ് അവിടെ കാണിച്ചു തരുന്നത്. പശ്ചാത്താപിച്ച് വരുന്ന ഒരാളെയാണ് ഞാൻ. ഇത് നമുക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ 100%. നിങ്ങളുടെ ഈ ചാനൽ ഇന്നലെ തന്നെ ഞാൻ കണ്ടപ്പോ പാലാ രൂപതയുടെ പിതാവ് വരുന്നു പറഞ്ഞു. നിങ്ങളുടെ ഇതേ തന്നെ നിങ്ങൾ i2 ന്യൂസ് ആയിരിക്കും. ഞങ്ങൾ ഒരു ആളും വരും പറഞ്ഞിട്ടില്ല. ഈ നമ്പർ തന്നെ ഞാൻ നോക്കിയിട്ട് ഈ നമ്പർ തന്നെ എഴുതി ഞാൻ താങ്കൾ പറയുന്ന പണി ചെയ്യാം. അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെ ഞാൻ പറ്റേ ആണെങ്കിൽ അല്ലെങ്കിലും ഞാൻ ഇതുകൊണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ഈ ഇത് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അത് നിങ്ങളുടെ സഭയിൽ തന്നെയുള്ള ഒരു കന്യാസ്ത്രീ ഇദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം കൊടുത്തുള്ളതിന് എന്താ കുഴപ്പം? എന്താ സാർ ഇത് എപ്പോൾ നടന്ന സംഭവമാണ് സാർ? എന്തിനാണ് സാർ ഇത് എന്ന് നടന്ന സംഭവമാണ്? ഇത് ആളുകൾക്ക് ഇത് എന്ന് നടന്ന സംഭവമാണെങ്കിലും എന്ന് സംഭവം ഒരു ഈ പറയുന്ന സഭയ്ക്കകത്ത് ഒരു ആത്മീയതയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇടയൻ എങ്ങനെയായിരിക്കണം എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എങ്ങനെന്താ സാറേ? അത് അവര് ചെയ്യട്ടെ. അവരില്ലാത്തതും തെറ്റുകുറ്റങ്ങളില്ലാത്തതും സാറേ അവര് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ മാനസികത അവരങ്ങനാണെങ്കിൽ അവരുടെ വീട്ടിലിരിക്കല്ലേ, അവര് സഭയുടെ എന്നുള്ള രീതിയിൽ വരരുതെന്ന് അവര് തിരുത്തിക്കോളും. അവര് തിരുത്താൻ പറ്റിയില്ല എങ്കിൽ അവരത് ചെയ്തോളും സാറേ. എന്നാ ചെയ്യാൻ പറ്റേ? ഇപ്പം നമുക്കൊരു സംഭവം എന്നാണ്, കത്തോലിക്ക സഭയിൽ വരുന്ന പിതാവ് ദൈവം മോശയെ തെരഞ്ഞെടുത്തതുപോലെ സാറേ ഇത് തന്നെ സാർ അങ്ങനെ പറയും. ഇത് തന്നെയാണ് ഈ കമ്പയർ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. മോശ ദൈവം എന്ന് പറയുന്നത് മോശയുടെ പിൻഗാമികളായിട്ട് പത്രോസിയുടെ പിൻഗാമികളായിട്ടാണ് ഇവര് വരുന്നത്. ആര് പറഞ്ഞു? അത് ഇവര് പറയുന്നതല്ലേ? അത് തന്നെ അല്ല ആര് പറയുന്നത്? അവര് പറയുന്നല്ലോ. ഒന്ന് ഈ കത്തോലിക്ക സഭ ക്രിസ്തുവായിട്ട് എന്താ ബന്ധം? ഇത് ആരുണ്ടാക്കിയതാ ഈ സഭ? ക്രിസ്തു ഈ സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയതാ? സീറോ മലബാർ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ മലങ്കര കത്തോലിക്കെന്നോ ഇങ്ങനെയുള്ള സഭ വ്യത്യാസമോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇത് ആരുണ്ടാക്കിയതാ? ഇതും ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല സഹോദര. സാറേ സമ്മതിച്ചു, ഇതും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ വയറ്റിപ്പഴിപ്പുള്ള നമ്മുടെ ഇവിടെ നാട്ടിൽ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട് അതുപോലെ ക്രിസ്തുവിനെ വിറ്റ് തിന്നുന്ന ഒരു ആത്മീയ കച്ചവട ഗ്രൂപ്പുകൾ എന്നേ ഉള്ളൂ ഇതൊക്കെ. ഇതിനൊക്കെ സഭകളെന്ന് തന്നെ വിളിക്കരുത്. ക്രിസ്തു സ്ഥാപിച്ച സഭ ഇതല്ല. ക്രിസ്തു സ്ഥാപിച്ച സഭ ഇതല്ല. ക്രിസ്തുവിന്റെ സഭകളുമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവിടെ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞത്, ക്രിസ്തുവിടെ ബിഷപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞത്, ക്രിസ്തുവിടെ രൂപത ഉണ്ടാക്കാൻ പറഞ്ഞത്, ക്രിസ്തുവിടെ ഭദ്രാസനം ഉണ്ടാക്കാൻ പറഞ്ഞത്. ക്രിസ്തു ദേവാലയം പിന്നെ പണിതിട്ടില്ല. ക്രിസ്തു പറഞ്ഞ ദേവാലയം എവിടെ? നിങ്ങൾ പറഞ്ഞ ക്രിസ്തു പറഞ്ഞത് ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അവശേഷിപ്പിക്കുമെന്നാണ് യെരൂശലേം ദേവാലയത്തിൽ പറഞ്ഞത്. ഇന്ന് ദേവാലയത്തിന്റെ അവസ്ഥ എന്താ? അവിടെയാണ് നിങ്ങളുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ. കാരണം പിതാവ് പറഞ്ഞു ഇതെന്റെ പിതാവിന്റെ ആലയമാണ്. ഇത് കച്ചവടക്കാർ ഗുഹയോ മറ്റുള്ള കാര്യങ്ങളോ നാണയമാറ്റക്കാരോ ഒന്നുമല്ല. പ്രാവിനെല്ലാം അടിച്ചു പാടിച്ചിട്ട് എന്നിട്ട് അടിച്ച് ഇവന്മാരെ അടക്കം ഓടിച്ചില്ലേ?
പിതാവിന്റെ ആലയമാണെന്ന് പറഞ്ഞ് ഇത് ശുദ്ധീകരണം നടത്തുകയായിരുന്നു. ശുദ്ധീകരണം നടത്തി അടിച്ചു ഓടിക്കുമല്ലോ എല്ലാത്തിനും ചെയ്ത വൈദികനെ അടക്കം. ഇല്ല, കല്ലുമേ കല്ല് കഴിച്ച ഇത് എന്താണ് സാറേ, അത് ഈ 3 ദിവസം കൊണ്ട് ഞാൻ പണിയുമെന്ന് പറഞ്ഞാൽ അവരെ വിശുദ്ധീകരിക്കുകയായിരുന്നു. എവിടെ വിശദീകരിച്ചു? ഇവരെ വിശുദ്ധീകരിക്കുകയാണ്. അവന്മാർ വിശദീകരിച്ചല്ലോ. അതിനു മുമ്പ് ഇവരെ ക്രിസ്തുവിനെ പിടിച്ചല്ലോ, ക്രൂശിലെത്തിയില്ലേ? കഴിയുമ്പോഴേ ഞാൻ ക്രിസ്തുവിനെ ആ ചെയ്ത ക്രിസ്തുവിനെ ഇവന്മാരെല്ലാം കൂടെ ക്രൂശിച്ച് ആ ക്രൂശ് വെച്ച് ഇന്ന് ഇവന്മാർ കച്ചവടം അടിച്ചില്ലേ? ഞാൻ സമ്മതിച്ചു. ക്രിസ്തുവിന്റെ മരണശേഷം ഏതാണ്ട് 600 കൊല്ലത്തിന് ശേഷം ആരാ ഇതുണ്ടാക്കിയത്? കോൺസ്റ്റാന്റീൻ ചക്രവർത്തിയാണ് ഇങ്ങനെ ഒരു കച്ചവട സ്ഥാപനം ഉണ്ടാക്കിയത്. സാറിന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ മനസ്സിലായി. സാർ ഇതൊരു കാര്യം ചെയ്യാം, സാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം ഇതിനു മുമ്പ് ഞാൻ ഇപ്പൊ പിതാവ് സ്ഥാനമേറ്റുണ്ട്. പിതാവ് ഏത് പിതാവ്? പിതാവ് നമുക്ക് എത്ര പിതാക്കന്മാരാണുള്ളത്? നിങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഇതില് മേലധ്യക്ഷനായിട്ട് ഞങ്ങൾ കിട്ടി, ഞങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു. സാറിന് ഇപ്പൊ അത് പറ്റത്തില്ലെങ്കിൽ സാർ തട്ടേന്ന് പറഞ്ഞു. തട്ടേന്നോ അല്ല ബിഷപ്പെന്നോ സാർ അത് സമനം ചെയ്തു. സാറിന് ഇതുമായിട്ട് സാർ എന്ത് ചെയ്തു? ഇതിന് ക്രിസ്തുവായിട്ട് ബന്ധമുണ്ടെന്ന് മാത്രം നിങ്ങൾ പറയരുത്. ക്രിസ്തുവായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ പിതാവെന്നോ അപ്പാന്നോ എന്ത് വേണേലും വിളിച്ചോ, നമുക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ബന്ധപ്പെടുത്തുമ്പോൾ മോശയുടെ അല്ലെങ്കിൽ പത്രോസിയുടെ പിൻഗാമിയായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളിക്കുക. സാർ അത് ഉൾക്കൊള്ളിക്കണ്ട. ഞാൻ പറഞ്ഞേ സാർ ഉൾക്കൊള്ളിക്കണ്ടെന്ന്. സാർ ഇതുപോലെ സഹോദര നിങ്ങളോട് പേഴ്സണലി വന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വിശ്വസിക്കുന്നവര് വിശ്വസിക്കാതെ വിശ്വസിക്കുക. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ഇതിന്റെ ഒരു ഫോളോ ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോ ഉള്ളവർക്ക് മാനസികമായിട്ട് നമുക്ക് ആ സ്ഥാനത്ത് വരുന്നവർക്ക് ഇത്രയും കൂടെ പ്യൂരിറ്റി ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ല ആയിക്കോട്ടെ, നമുക്കിപ്പോ അതിന്റെ അത് കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് ഇപ്പൊ പിതാവ് ഇനിയിപ്പോ ഇന്ന് തെറ്റ് ചെയ്യുന്നു, അല്ലെ ഏതെങ്കിലും രീതിയിൽ ഒരു വിശ്വാസം അടിമത്തം കാണിക്കുന്നു, അല്ലെ മറ്റുള്ളവരും നിങ്ങൾ കാണിച്ച നമ്മൾ ഫ്രാങ്കോയെ പിതാവെന്ന് വിളിക്കുവോ? ഏതാ ഫ്രാങ്കോയെ പിതാവെന്ന് വിളിക്കും? ഞാൻ പറഞ്ഞല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നതല്ല, ഫ്രാങ്കോയെ താങ്കൾ പിതാവായിട്ട് കരുതുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഒരു പിതാവുണ്ട്. ഞാൻ എന്നെ പിതാവെന്ന് വിളിക്കുന്നു. എനിക്ക് മേലധ്യക്ഷന്മാരെ കാണിച്ചു തരുന്ന പിതാവെന്ന് വിളിക്കേണ്ട. ഇപ്പൊ ഫ്രാങ്കോ പിതാവ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ കേരളമായിട്ടൊരു ബന്ധം, എനിക്ക് അതിനകത്തല്ലോ ഞാൻ അതിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ലല്ലോ. അല്ല അതല്ലല്ലോ, അങ്ങനെ ഫ്രാങ്കോയെ നിങ്ങൾക്ക് പിതാവെന്ന് നിങ്ങൾക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ വിളിക്കാൻ പാടില്ലെന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ഫ്രാങ്കോ ആണെന്ന് പറഞ്ഞാലും പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ്, അല്ല ഇന്ന് പിതാവ് ഏറ്റു, പിതാവ് സ്ഥാനം ഏറ്റു, ഇന്നലെ സ്ഥാനം ഏറ്റു, അല്ല ഇന്ന് സ്ഥാനം ഏറ്റു, ഇപ്പൊ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതൊരു സംഭവം ഉണ്ടായി, ശരി ആയിക്കോട്ടെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടായെന്നും പറഞ്ഞ് ഇത് എന്നും ഒരാളെ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ദൈവം തെരഞ്ഞെടുത്ത ഒരു ഇതിൽ വീണ്ടും പറയാതെ ദൈവത്തിലാണ് തെരഞ്ഞെടുത്തെന്നും പറയാം. അന്നേരം ദൈവം അത്ര മണ്ടനാണ്. അങ്ങനെ ഗോവിന്ദചാമിയെ ദൈവം തെരഞ്ഞെടുക്കാത്ത എന്ത്? അല്ല സ്നേഹമായിട്ട് ഞാൻ പറയാം നിങ്ങളുടെ ഈ സംഭവം ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രം വിളിച്ചെന്നുള്ളൂ. ഇനി ഞാൻ കോൾ ചെയ്തില്ല. ഞാൻ ഇതിനുവേണ്ടി ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ഒരു മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ശരിയായി. എനിക്കല്ല സഹോദര മനസ്സം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതൊരിക്കലും അങ്ങനെയല്ല സാറേ. നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കൂ. തീർച്ചയായിട്ടും അത് ഞാനും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന എന്താണെന്നുള്ളവർ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതൊരാളെ എത്ര രീതിയിലൊരു അവഗണിക്കുക അങ്ങനെ ഒരു ശരിയല്ല. മോശമാണെന്ന് തന്നെ പറയണമെന്നാണ് കർത്താവ് പറഞ്ഞത്. സാറല്ല മോശത്തെ മോശം അങ്ങനെയല്ല സാർ. അങ്ങനെയായിരുന്നു ഞാൻ സാറേ ദൈവം തെറ്റ് ചെയ്യുന്നവരെല്ലാം ശിക്ഷിക്കാനായിട്ട് ഇതായിരുന്നെങ്കിൽ ആർക്ക് സാറേ ഇന്ന് ഈ ഭൂമി ജീവിക്കാൻ പറ്റും സാറേ? അല്ല ഇത് പറഞ്ഞാണ് നിങ്ങളുടെ പിതാക്കന്മാരടക്കം പിടിച്ചു നിൽക്കുന്നത്. അല്ല ഒന്നുമല്ല. തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഞങ്ങളുടെ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പക്ഷെ വേറെ വരിക, ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ആരും കല്ലെറിഞ്ഞില്ല. എന്തുകൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല? കാരണം നിന്നെ ശിക്ഷിക്കാനുള്ള അർഹത എനിക്കുണ്ട്. ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപമാണ്. തെറ്റ് ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ഭാവിയാണ്, ഇനിമേൽ ഞാൻ തെറ്റ് ചെയ്യത്തില്ല. അത് പശ്ചാത്താപിക്കുകയാണ് ഞാൻ. പിന്നെ ഞാൻ ചെയ്യാൻ പാടില്ല. കാരണം അതല്ലേ സ്ത്രീയോട് പറയുന്നത്, ഇനിമേൽ നീ ചെയ്യരുത്. കാരണം അന്നേരം വരെയുള്ള എല്ലാ പാവവും അവളോട് ക്ഷമിച്ചു. ഇനിമേൽ നീ പാവം ചെയ്യരുത്. അതല്ലേ പാവമോചനം ദൈവം കൊടുക്കുന്നേ. അതാ നമ്മൾ സ്വീകരിക്കണ്ടേ. നമ്മൾ ഇന്നിപ്പോ ഒരാൾ പാവമാണ്, അത് എന്നും പാവമാണെന്നും പറഞ്ഞ് നമ്മൾ ഒരാളെ അവഗണിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു വേദന. സാറിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞാണ്. പക്ഷെ ഇതുപോലുള്ള സിസ്റ്റേഴ്സ് എന്താണ് അവരെന്ത് വസ്ത്രമാണ് അവർ ധരിച്ചത്? അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് ഈ വസ്ത്രം ധരിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ദൈവത്തിലാണ് സമർപ്പിക്കുന്നത്, ഞാൻ എന്റെ ജീവനുള്ള ദൈവത്തെ ഞാൻ സമർപ്പിച്ചാണ് നിൽക്കുന്നതെന്ന് അവർ അടിയുറച്ചു. സാർ അത് ഓരോ വിശ്വാസം സാറേ. യേശു ക്രിസ്തു വചനപ്രഘോഷണം ചെയ്തപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇത്തരത്തിലുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് കർത്താവ് വന്നത്. ഞാൻ 12 ശിഷ്യന്മാരെ ദൈവം തെരഞ്ഞെടുത്തപ്പോഴും ധനവാനായത് നീ ധനവാനാണോ മറ്റുള്ളവർ നോക്കി എല്ലാ ദൈവം തെരഞ്ഞെടുത്തേ. എല്ലാവരും തെരഞ്ഞെടുത്തു. അവർക്ക് വേണ്ടി കർത്താവ് ഏതെങ്കിലും സഭ ഉണ്ടാക്കിയോ? അവർക്ക് ഏതെങ്കിലും പ്രത്യേകിച്ച് അവരുടെ ഇടയിൽ ഒരു ബിഷപ്പിനെ കർത്താവ് ഉണ്ടാക്കിയോ? ഞാൻ ഈ സഭയെ തന്നെ അവർക്ക് എന്റർടൈൻമെന്റിന് മടങ്ങൾ ഉണ്ടാക്കിയോ?
അല്ല ഈ ദേവാലയം തന്നെ അവര് വിശദീകരിച്ചു. എന്ത് വിശദീകരിച്ചു? ഇവന്മാരെല്ലാം അടിച്ച് ഓടിക്കുകയാണ് കർത്താവ് ചെയ്തത്. എന്ത് ഓടിച്ചാലും കല്ലുമേൽ കല്ല് അവശേഷിക്കാതെ ആക്കുകയും ചെയ്തു. യെരുശലേം ദേവാലയത്തിന് ഇന്നത്തെ അവസ്ഥ എന്താ സഹോദര? സാറേ ഞാൻ പറട്ടെ, സംഭവിച്ചു. യെരുശലേം പോയി കണ്ടിട്ടുണ്ടോ? ദേവാലയം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല സാർ. ഞാൻ പറട്ടെ, അത് പശ്ചാത്താപിക്കട്ടെ. ഞാൻ ചെയ്തു സാറേ. സാർ എന്റെ കുടുംബത്തിൽ ഞാൻ പാപം ചെയ്യുന്നതുകൊണ്ട് എന്റെ കുടുംബത്തിൽ ഞാൻ തിന്മ ചെയ്യുന്നുണ്ട്, എന്റെ കുടുംബം തകർന്നു പോകും. അത് ഞാൻ തീരുമാനിച്ച് ഞാൻ പശ്ചാത്താപിച്ച് വരട്ടെ. അത് ഞാൻ എന്റെ കുടുംബം നല്ല രീതിയിൽ പോകണം, ഞാൻ നല്ലതാകണം എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ വരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല ഞാനിപ്പോ നിങ്ങളുടെ മറ്റേ ഈ തട്ടിൽ പരിശുദ്ധനാണെന്ന് പറയണം, എന്തോ ആവശ്യം എന്താണ്? ഒന്നും പറയണ്ട. ഞാൻ പറട്ടെ, പണ്ടത്തെ ഈ ചരിത്രങ്ങൾ നിങ്ങൾ വീണ്ടും ഇത് വെച്ച് നിൽക്കാതിരിക്കുക. കാരണം ഇപ്പോഴത്തെ പിതാവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറയാതെ ഈ പിതാവ് ഇന്നോ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇതൊക്കെ എന്നത്തെ കാര്യങ്ങളാണ് സാറേ. അതൊക്കെ ചെയ്യാതിരിക്കുക. കാരണം ഇത് നമ്മളെല്ലാം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനോ അല്ലെ ആര് നിർബന്ധിച്ചിരുന്നു ഇത്തരത്തിലുള്ള മ്ലേച്ഛതകൾ പ്രവർത്തിച്ചിട്ട് ഈ പണിയിൽ അല്ലെ ഈ പദവിയിലിരിക്കാൻ ആര് പറയുന്നു? അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് വരുന്നുകൂടെ? സാറേ ആരുടെയും ചെലവില്ലല്ലോ സാറേ ഇത് വരുന്നത്. സാറേ ഇത് ആര് വരുത്തിയതാണ് സാറേ? സാറേ ഇത് ഞാൻ സാറ് നോർത്ത് നോക്കിയേ. ഈ 80 മെത്രാന്മാർ നിന്നതിൽ 53 പേര് വോട്ട് ചെയ്ത് അത്രയും പേരിൽ അതുപോലെ പ്രാർത്ഥന ഈ എത്ര ലക്ഷങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒക്കെ വന്നിരിക്കുന്ന ഒരു നമുക്ക് പറയാൻ പറ്റുമോ ഇത് മനുഷ്യനായിട്ട് വന്ന കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സാറേ? ഒന്നുമല്ല സാറേ. സാറിന് ഇങ്ങനെ സാറേ ഞാൻ പറഞ്ഞ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവഗണിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മാനസികമായിട്ട് നമ്മൾ ഈ ചാനൽ ഞാൻ സാറിന്റെ ചാനൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇത് കണ്ടു ഇതിനൊക്കെ ആ ഒരു തലത്തിൽ ഉൾക്കൊള്ളാൻ പറ്റണം. ഉൾക്കൊള്ളാൻ അങ്ങനെയല്ല സാർ. അങ്ങനെ സാർ ഉൾക്കൊള്ളാൻ അങ്ങനെ സാറിന്റെ ഞാൻ പറ്റേ സാറിന് ഒരു തെറ്റ് എന്നും പറഞ്ഞ് സാറിനെ എപ്പോഴും ഞാൻ ഇങ്ങനെ എന്നും അവഗണിച്ചു സാറിന്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുവോ? അല്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? സാർ ഒരു തെറ്റ് ചെയ്തു, പണ്ട് ഒരു തെറ്റ് ചെയ്തു. അല്ല എനിക്കറിയത്തില്ല തെറ്റ് ചെയ്തോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ചാനലിൽ അത് കാണിക്കുന്നു, ഇത് പറയുന്നു. പക്ഷെ നമ്മൾ അതിന്റെ സാക്ഷി കളയുന്നു. അല്ല സാറിന്റെ എപ്പോഴും ഇതിങ്ങനെ കാണിച്ചു നമ്മുടെ മക്കൾക്കോ അല്ല നമ്മുടെ ബന്ധുമുത്തർത്തികളോ അല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്കോ എപ്പോഴും ഇഷ്ടപ്പെടുവോ സാറേ? എന്റെ സഹോദര അല്ല അവർ കാണുമ്പോൾ ഇഷ്ടപ്പെടുവോ? ഇല്ല സാർ ആയിക്കോട്ടെ. ഞാൻ ദൈവത്തിന്റെ ഇടപെടൽ സാറിന്റെ തിയറി എന്നാന്ന് ദൈവത്തിന്റെ തിയറി എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി.